നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ബ്ലാക്ക് മാത്രം. എന്നാ പറയുക, നമ്മുടെ മൽമൽ കോട്ടൺ അല്ലെങ്കിൽ സോഫ്റ്റ് കോട്ടൻ്റെ ബ്ലാക്ക് കളർ സാരി മാത്രം കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ആരാധകർ ധാരാളമുണ്ട്. നമ്മുടെ കയ്യിൽ ധാരാളമായിട്ട് സ്റ്റോക്ക്, ഓരോ പീസിനല്ല ഞാൻ ഉദ്ദേശിച്ച ബ്ലാക്കിൻ്റെ വിവിധ വെറൈറ്റികൾ ഉണ്ട്. അപ്പം കുറേ ദിവസം ഇപ്പോൾ ഒത്തിരി നാളായി ഞാൻ ബ്ലാക്ക് കാണിച്ചിട്ട്, അല്ലെങ്കിൽ ഇടയ്ക്കെല്ലാം ലീനനയിലോ അല്ലെങ്കിൽ മൽമലയിലോ അല്ലെങ്കിൽ സോഫ്റ്റ് കോട്ടണിലോ ഒക്കെ കാണിക്കുന്നതായിരുന്നേ. ഞാൻ ഓർത്തു ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന്. എന്നാ രസം, എനിക്കും ഇതിൻ്റെ ഒരു ബ്ലൗസൊക്കെ തയ്ച്ച് ഇങ്ങനല്ലേ തയ്ച്ചിടണം എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ച് നടക്കുന്നത്. കാരണം നല്ല സുഖമാണ്, നല്ല ഭംഗിയുമാണ് ഇട്ടാലേ. പ്രത്യേകിച്ച് ഞാൻ ഇട്ടാൽ ഭയങ്കര ഭംഗി കൂടുതലാണെന്ന് എനിക്ക് സ്വയം ഒരു കോൺഫിഡൻസ് കൂടുതൽ. നല്ലതാണോ ചീത്തയാണോ എന്നറിയത്ത്. ഒത്തിരി ദിവസം കൂടി ഒത്തിരി ദിവസമല്ല വർഷങ്ങൾ കൂടിയിട്ടൊരു സാരി ഉടുത്തതിൻ്റെ അഹമ്മതിയുമായിട്ട് നടക്കുന്ന ഞാൻ എന്നെ ഇത്ര ചിരിക്കാനാണോ? എനിക്കെന്നാന്നറിയാം, നീ മറുപടി തിരിച്ച് കിട്ടുന്നില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ചോദ്യവും ഉത്തരവും എല്ലാം പറയുന്നത് കേട്ടോ. ഒന്നും തെറ്റിദ്ധരിക്കരുത്, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതാണ് ആദ്യത്തേത്. ഉണ്ടോ, നല്ല സാരിയല്ലേ, നല്ല വെറൈറ്റി സാരി. അതായത് നമ്മുടെ ഈ ബുട്ടീക്ക് ഐറ്റം അങ്ങനത്തെ സാരികളൊക്കെ ഉടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ബോഡിക്ക് നല്ല, ഏറ്റവും ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബോഡിക്ക് നല്ല സുഖമാണ്. ഏത് കൊടും ചൂടത്തും ഒരു പ്രശ്നമില്ല. പിന്നെ നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ട് വേണമെങ്കിലും ഇടാം. നല്ല ആക്സസറി ഒക്കെ ഇട്ടാൽ മതി. അടുത്ത ദിവസം തൊട്ട് ഞാൻ ഇതിനൊക്കെ ചേരുന്ന ആക്സസറി പേടുമാലയും ഒക്കെ കാണിക്കാം കേട്ടോ. ബ്ലൗസ് വരുമ്പം പ്ലെയിൻ ആണ്, പ്ലെയിൻ ബ്ലാക്കാണ് വിത്ത് ബോർഡർ. ഈ ഒരു ബോർഡർ വരും, നല്ല ഭംഗിയായിരിക്കും. നല്ല സോഫ്റ്റ് കോട്ടൺ. പിന്നെ ഈ പറഞ്ഞ പോലെ ജെറ്റ് ബ്ലാക്കാണ്, നല്ല ജെറ്റ് ബ്ലാക്കാണ്. അപ്പോൾ അതുകൊണ്ട് ബ്ലൗസ് കഴിവതും അതിൻ്റെ ബ്ലൗസ് തന്നെ തയ്ച്ചിടാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. കയ്യേലും ഈ ഒരു ബോർഡർ കയ്യേലും കൂടിയൊക്കെ വന്നാലേ അതിനൊരു എടുപ്പ് കിട്ടത്തുള്ളൂ. നമുക്കിപ്പോൾ എല്ലാ ലേഡീസിൻ്റെയും കയ്യിൽ ബ്ലാക്ക് ബ്ലൗസ് കാണും. ഇതുകൊണ്ട് അത് ഇടണ്ട കേട്ടോ, വേറെ ഇടണേ, ഇത് തയ്ച്ചിടണേ കേട്ടോ. പിന്നെ സാരി ഫോളും പിടിപ്പിക്കണം. സാരി ഫോളും കൂടെ പിടിപ്പിച്ചാൽ അടിപൊളി സൂപ്പർ ഡിസൈൻ. ഇത് ഓരോ പീസിനും ഒത്തിരി സ്റ്റോക്കില്ല. ഡിസൈൻസ് പലതും കൂടുതലെണ്ണം ഉണ്ടെന്നേ ഉള്ളൂ. ഓരോന്നിനും ഒത്തിരി സ്റ്റോക്കില്ല കേട്ടോ. ഉണ്ടായിരുന്നതാ, എല്ലാം തീർന്നു. ഷോപ്പിൽ ഇരുന്നിരുന്നത് കാണിക്കാൻ, ഷോപ്പിലെ കളക്ഷനാണ് ഇന്നിപ്പോൾ കാണിക്കുന്നത്. വേറൊരു ഡിസൈൻ, ഇങ്ങനെ കീഴോട്ടൊരു ഡിസൈൻ. ഒന്ന് നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നു, ഒന്ന് ഇച്ചിരി ഡിമ്മായിട്ട് പോകുന്നു. അങ്ങനത്തെ ഒരു ഡിസൈനാണ്. ഈ സൈഡ് ബ്രൈറ്റ്, ഇത് ഡിമ്മായിട്ട് പോകുന്നു. എല്ലാം നല്ല ഡിസൈനാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ സാരി ലവേഴ്സിന് കൺഫ്യൂഷൻ ആവും ഏതെടുക്കണമെന്ന്. അത്രയ്ക്കും നല്ല ഡിസൈനാണ്, ചുമ്മാ പറയുന്നില്ല കേട്ടോ, ശരിക്കും പറയുന്നു. ഇതിനും ബ്ലൗസ് അങ്ങനെ തന്നെ, എല്ലാത്തിൻ്റെയും അങ്ങനെ തന്നെയാണ്. ബ്ലൗസിന് അറ്റത്ത് നോക്കിയേക്കാം, സെയിം ബോർഡറുമായിട്ട് പ്ലെയിൻ ബ്ലൗസ് ഉണ്ടോ. ബോർഡർ ഇവിടെ വരുന്ന ബോർഡറുമായിരിക്കും എല്ലാത്തെയും, അങ്ങനെയാന്ന് തോന്നുന്നു. ചാടിക്കേറി അത് ഒന്നാണല്ലോ അല്ലേ, ഒന്നല്ലേ? അപ്പോൾ റിപ്പീറ്റ് ഉണ്ടല്ലേ പലതിനും, ചിലതിനുണ്ട് കേട്ടോ, കാണും, അറിയത്തില്ല. ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ ഷോപ്പിൽ ഇഷ്ടം പോലെ ഓണം കഴിഞ്ഞെന്ന് പറഞ്ഞ് വിചാരിക്കേണ്ട. ഓണം കഴിഞ്ഞായിട്ട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഓണത്തിൻ്റെ നമുക്ക് കുറേ ശൂന്യമാവുമല്ലോ, എല്ലാറായ്ക്കും കുറേ തീരുമല്ലോ. അതിന് പകരമായിട്ട് ബദലായിട്ട് കണക്കിന് കുർത്തീസ്, 3 പീസോ 2 പീസോ ഫങ്ഷൻ വെയറോ എന്ത് വേണമെങ്കിലും വന്നിട്ടുണ്ട്. ചുരിദാർ സെറ്റ് ധാരാളം, സെമി ടെസറിലും പിന്നെ അല്ലാതെ കോട്ടണിലും സോഫ്റ്റ് കോട്ടണിലും ബനാറസിയിലും മൊഡാളിലും കുർത്തി മൊഡാളിൻ്റെ കുർത്തി വന്നിട്ടുണ്ട്. മൊഡാളിൻ്റെ കുർത്തി അങ്ങനെ എല്ലായിടത്തും കിട്ടുന്ന, എപ്പോഴും എന്നാ പറയുന്നത്, അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമല്ല. മൊഡാളിൻ്റെ കുർത്തി വന്നിട്ടുണ്ട്. പ്യുവർ മൊഡാളിൻ്റെ കുർത്തി, വെറും മൊഡാളിലെ പ്യുവർ മൊഡാൽ. പക്ഷേ ഭയങ്കര റേറ്റ് ഒന്നുമില്ല, 1800 1600 ആ ഒരു ഇതേ ഉള്ളൂ റേഞ്ചിലുള്ള പ്യുവർ മോഡലാണ്. പിന്നെ സാരി, ഞാനിപ്പോൾ സാരിക്കാണ് ഭയങ്കര മടിച്ച് പർച്ചേസ് ചെയ്യാൻ. എനിക്ക് എന്നെ കളിയൊന്നും അറിയത്തില്ല. പണ്ട് സാരി പറഞ്ഞു സാരി വന്നിട്ടുണ്ട്, കുറേ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മുന്താണേ. ഞാനിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അതിന് ഇങ്ങനൊരു തോന്നലുണ്ടാവുമോ? എനിക്ക് അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ട്. ഈ സിനിമ കാണുന്നതുകൊണ്ടായിരിക്കും. പിള്ളേരുടെ ഒരു ഇതില്ലേ, പിള്ളേരൊക്കെ, ഞാനൊക്കെ വലിയ സീരിയസ് ആയിട്ട് ഇതൊക്കെ കാര്യമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ മോനൊക്കെ ഒരു ചോദ്യമുണ്ട്, അതിന് ഇങ്ങനെ ചോദിക്കുക, ഒറ്റ വർഷം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ ഞങ്ങൾ തന്നെ വേണമെന്നായിരിക്കും. ഒന്നുമില്ലെന്നേ, നിങ്ങളൊക്കെ ഈ മറുപടിയും കൂടെ പറയുന്ന ഒരു സംഭവം, ഒരു ടെക്നോളജി കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമുക്ക് ലൈവായിട്ട് വന്നിട്ട് അങ്ങനെയൊക്കെ അല്ലേ വർത്താനമൊക്കെ പറയുമായിരുന്നെങ്കിൽ. ലൈവ് വീഡിയോ ഇടുന്നുണ്ടോ?
എന്നെ വെച്ച് അടിപൊളി. നാട്ടുകാർ മുഴുവൻ എൻ്റെ ഗോഷ്ഠികൾ കണ്ട് ചിരിച്ച് നടക്കുന്നത് കാണാൻ കൊതിയായല്ലേ. എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ ട്രാവൽ വ്ളോഗ് ചെയ്യണമെന്നേ. ഞാനത് ചെയ്യൂട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ട്രാവൽ വ്ളോഗോ വീട്ടിലെ വ്ളോഗോ എന്തെങ്കിലുമൊക്കെ വ്ളോഗ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടുള്ള എല്ലാ പരിപാടിയും ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മൾ കാണുന്നതും നമ്മൾ ചിന്തിക്കുന്നതും നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്ന ആ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന നല്ലതല്ലേ. ഞാൻ നേരത്തെ ട്രെയിനിങ് ഒക്കെ എടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി മനുഷ്യരുമായിട്ട് സംസാരിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പം അത് ഒക്കെ ഒത്തിരി ചേഞ്ച് വന്നു. ഒന്നാമത്തെ വോയിസ് അത് കൊണ്ടിട്ടായിരിക്കാം നമ്പുരാൻ പറഞ്ഞു വോയിസ് റെസ്റ്റ് എടുക്കുക, കുറച്ച് നേരം മിണ്ടായിരി എന്ന് പറഞ്ഞു. അതും കൊണ്ടാണ്. എന്നപ്പോൾ ഞാൻ ട്രാവൽ വ്ളോഗൊക്കെ ഇടുമ്പോൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യുമോ? ഇത് ബ്ലൗസ് കേട്ടോ. ട്രാവൽ വ്ളോഗ് മാത്രമല്ല, തുണിയല്ലാതെ ഈ ബിസിനസ് അല്ലാതെ നമുക്കേ അപ്പോൾ പറയും യൂട്യൂബിന് പൈസ കിട്ടാൻ. അങ്ങനെയൊന്നുമല്ല. യൂട്യൂബിന് പൈസ കിട്ടാൻ അത്രയ്ക്കുള്ള കപ്പാസിറ്റിയൊന്നും എനിക്കില്ല. എനിക്ക് എന്നുകൊണ്ട് നമുക്ക് യൂട്യൂബ് ഇൻകം ഇല്ലെന്നല്ല കേട്ടോ. യൂട്യൂബിന് ഇതിങ്ങനത്തേനൊന്നും അല്ലെന്നേ, ഈ ബിസിനസ്സിനൊന്നും അല്ല, ഇങ്ങനത്തെ ബ്ലോഗിനല്ല ഒത്തിരി ഇത് കിട്ടും. അടുത്തത് നല്ല ഡിസൈനല്ലേ, ചെറിയ പൂക്കൾ. അപ്പോൾ എനിക്കിതിൽ ഏതും ഇഷ്ടം. ഞാനിതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ബ്ലൗസ് അയച്ച് ഇതിട്ടുകൊണ്ട് വീഡിയോ ഇടാം കേട്ടോ. എന്നായി തീരുമോ എന്തോ. വർത്താനം പറയുമ്പം ഭയങ്കര സ്പീഡ് കൂടുതലാണ് എനിക്ക്. ഞങ്ങൾക്ക് കുടുംബക്കാർക്കെല്ലാം ഉള്ളത് അത് ഇച്ചിരി സ്പീഡ് കൂടുതലാണ്. എന്നിട്ടുണ്ടല്ലോ എന്നാന്നറിയാവോ, കിതപ്പ് വരും. ഇതാ ബ്ലൗസ്, നല്ല ജെറ്റ് ബ്ലാക്കാണേ. കണ്ടോ എന്തോരം വെറൈറ്റിയാണ്. പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ വീഡിയോയ്ക്കകത്തൂടെ? നല്ല സുഖകരമായ നമുക്ക് നമ്മളെ ഇങ്ങനെ എന്നാ പറയുക ആർദ്രമാക്കുന്ന, മനസ്സിനെ ആർദ്രമാക്കുന്ന പാട്ടുകളൊക്കെ ഇട്ടാണ് നമ്മൾ കടയിലിരിക്കുന്നത്. നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാട്ടിൻ്റെ ശീലം ഇങ്ങനെ കേൾക്കാനേ. വെളുപ്പിനെ എണീറ്റ് ഇങ്ങനെ വരുമ്പോഴത്തേനും അമ്പലങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ പാട്ടിൻ്റെ ഇങ്ങനെ കേൾക്കുകയല്ലേ, അത് കേട്ട് കിടക്കാൻ എനിക്ക് എന്നാ ഇഷ്ടമാണോ. പിന്നെ സന്ധ്യാസമയത്തും ഇങ്ങനെ ദൂരേന്ന് അമ്പലത്തിൽ നിന്നോ പള്ളിയിൽ നിന്നോ ഒക്കെ ഇങ്ങനെ പാട്ടുകൾ കേൾക്കത്തില്ലേ, ഭക്തിഗാനങ്ങൾ. എന്നാ അല്ലേ, അതൊക്കെയില്ലേ ജീവിതത്തിൽ. സന്ധ്യ മയങ്ങാൻ പോകുന്ന നേരത്ത് പ്രകൃതി ചില സമയത്ത് ഈ ഡിസംബർ മാസത്തിലൊക്കെ നല്ല ഒരു തണുപ്പും പിന്നെ ഒരു ഭയങ്കര, ഞാൻ ജനിച്ചത് സന്ധ്യയ്ക്കായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയം സന്ധ്യയാണ്. ജനിച്ചത് സന്ധ്യയ്ക്കാണേ, അതുകൊണ്ടാണോ എന്നറിയത്തില്ല അല്ലേ. ഞാനപ്പോൾ ഓർക്കും ഇതൊക്കെയാണ് ഭൂമിയിലെ ജീവിതത്തിൻ്റെ സന്തോഷം. ശരിയായ സന്തോഷം എന്നല്ല പറയേണ്ടതിന്, ആനന്ദവും സന്തോഷവും രണ്ടാണ്. സന്തോഷത്തിൻ്റെ ഔന്നത്യത്തിൽ എത്തുമ്പോഴാനന്ദം. അറിയാവോ ഇത് വല്ലോ? ഇങ്ങനെ വീഴ്ച നിൽക്കാനല്ലേ അറിയാം. ബോർഡർ കേട്ടോ, അറിയത്തില്ല എന്നോട് ചോദിക്കൂ, ഞാൻ പറഞ്ഞുതരാം. എന്നാ വേണ്ടേ? താല്പര്യമില്ല, കണ്ണാടി വെച്ചെന്നാൽ മതിയല്ലോ. ഇടയ്ക്കൊന്നും ഉറങ്ങിയില്ലെങ്കിൽ ഒരു സുഖം കിട്ടത്തില്ല. ഞാൻ എൻ്റെ കടയിലെ പെമ്പിള്ളേരെ എല്ലാം പോയി ഇങ്ങനെ ചൊറിയുവേ, വലിയ ഗൗരവത്തിൽ എന്നിട്ട് അപ്പുറത്ത് നിൽക്കുന്നവരെ ഇങ്ങനെ കാണിക്കുവേ. എന്നിട്ട് എന്നെ അങ്ങനെ വെച്ചത്, ഇതാരാ വെച്ചത് ഇങ്ങനെയൊക്കെ ചോദിക്കുവേ. ഇരുവരോർക്കും ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. സത്യത്തിൽ ഞാൻ ഈ പൊട്ട് കളിപ്പിക്കുക ഒരു രസം, ചുമ്മാ ഒരു സമയം പോക്ക്, അത്രേ ഉള്ളൂ കേട്ടോ. ചുമ്മാ 5 മിനിറ്റ് കഴിയുമ്പോൾ മനസ്സിലാവും. ഇപ്പം ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാലും അതുകൊണ്ട് കാണും. ഇത് ജെറ്റ് ബ്ലാക്ക് എന്ന് പറയുന്നില്ല, ഇത് ഇച്ചിരി ഡസ്റ്റി ആയിട്ടുള്ള ബ്ലാക്ക് കേട്ടോ. മുന്താണി വരുമ്പോൾ ഇങ്ങനെ. എന്തിനാ ഇങ്ങനെ ഇട്ട് വായിട്ടലക്കുന്നത് അല്ലേ, മിണ്ടാതിരിക്കത്തില്ല അല്ലേ. ബ്ലൗസ് ഇനി എപ്പോഴും കാണിക്കണ്ടല്ലോ. ഇത് ഇവിടുത്തെ ബോർഡർ വരും പ്ലെയിൻ, അതാണ് ബ്ലൗസ്. പ്രിയമുള്ള ഒരാളാരോ വരുമെന്ന് ഞാനെന്നും കേൾക്കുന്നു. ഇത് കാണിച്ചാണേലും കുഴപ്പമില്ല. എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല കാണിച്ചാണോ കാണിക്കാത്തതാണോ എന്ന്. നമ്പറുണ്ടല്ലോ, വേറെ നമ്പറായിരിക്കും. അപ്പം നിങ്ങൾ വേറെ നമ്പർ എടുത്താൽ മതി. ഇത് ജെറ്റ് ബ്ലാക്ക് കേട്ടോ. എന്ത് ഡിസൈനാന്ന് കേട്ടോ, ഒന്നും ആയിട്ടില്ല, ഇനിയും കിടക്കുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരി. ഞാൻ ചിലപ്പോൾ ഇതായിരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് മിക്കവാറും നാളെ ആദ്യത്തെ ഓർഡർ ഇതായിരിക്കുവേ. നോക്കിക്കോണേ, കണ്ടോ ഈ ബോർഡർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ഈ സാരി ഉടുത്തോണ്ട് നടക്കില്ല, അത്ര വലിയൊരു വൃത്തിയായിട്ട സോറി അങ്ങനെയല്ല, ഒരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണെന്ന് എനിക്കിപ്പോൾ അല്ലെന്ന് എനിക്കിപ്പോൾ ചെറുതായിട്ടൊക്കെ തോന്നാൻ തുടങ്ങി കേട്ടോ. ഞാനല്ലെങ്കിൽ എനിക്ക് സാരി ഉടുത്ത അമ്മയൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ഓർക്കുമായിരുന്നു, അമ്മയൊക്കെ സമ്മതിക്കണം. എൻ്റെ വിചാരം വലുതായി കഴിഞ്ഞാൽ പിന്നെ സാരി ഉടുക്കണമെന്നായിരുന്നേ എൻ്റെ ബ്ലൗസ്. സത്യം ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നേ, കുറച്ച് വലുതായി കഴിയുമ്പോൾ സാരി ഉടുക്കണം മസ്റ്റായിട്ട് എൻ്റെ ചെറുപ്പത്തിലേ. അപ്പോൾ എന്നാ ചെയ്യും, ഞാൻ സാരി ഉടുക്കുമല്ലോ, എനിക്ക് സാരി ഉടുത്തോണ്ട് നടക്കും. അമ്മയൊക്കെ എങ്ങനെ ഉടുത്തോണ്ട്, അമ്മയൊക്കെ വീട്ടിൽ കൂടെ സാരി ഉടുത്തോണ്ടാണ് നടക്കുന്നത്. അപ്പോൾ എന്തൊരു പാടാന്ന് ഞാൻ നേരം ഓർക്കും. ഇതും ജെറ്റ് ബ്ലാക്ക് അല്ല കേട്ടോ, ഇത് ശരിക്കും ഇതിൻ്റെ കളർ ഇങ്ങനെയാണ്, ഒരുമാതിരി മങ്ങിയ കളർ കേട്ടോ, ഒരു നരപ്പെന്ന് പറയുന്നില്ല, നമ്മൾ ഡസ്റ്റി ആയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു കളറാണ് അതെ. അതതിൻ്റെ കളർ അങ്ങനെയാണ്, അത് വന്നിരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഒരു മഞ്ഞ പോലെ, ചെറിയൊരു മഞ്ഞ പോലെയാണ് ഈ വൈറ്റിൻ്റെ ഒരു കളർ. മഞ്ഞയെന്ന് പറയത്തില്ല, വൈറ്റ് തന്നെയാണ്, ഓഫ് വൈറ്റ് ആണെന്നേ ഉള്ളൂ. ഇതും ജെറ്റ് ബ്ലാക്ക് അല്ല, എല്ലാം സോഫ്റ്റ് കോട്ടൻ്റെ മെറ്റീരിയൽ കേട്ടോ. ഇത് ഫസ്റ്റ് വാഷ് ഷാമ്പു വാഷ് ചെയ്യാവുള്ളൂ, പെട്ടെന്ന് ചാടിക്കറി വാഷ് ചെയ്യണ്ട, സ്റ്റാർച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് സ്റ്റാർച്ച് ചെയ്യുന്ന ഒരു മോഡലല്ല. ഇനി വേണവർക്ക് അത്യാവശ്യമുള്ളവർക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നും കാണുകയില്ല, പക്ഷെ സ്റ്റാർച്ചൊന്നും ചെയ്യാതെ ഉപയോഗിക്കുന്നതാണ്. സോഫ്റ്റ് കോട്ടൺ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല ഡീപ്പ് ബ്ലാക്ക് ആകുമ്പം ഫസ്റ്റ് വാഷ് ഷാമ്പു വാഷ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പം കളർ നല്ല പ്യുവർ കോട്ടൺ ആണ്, അപ്പം കളർ ബ്ലീഡിങ് ഉണ്ടാകത്തില്ലെന്ന് എനിക്കൊന്നും. ആരും ഇതുവരെ പറയും എന്തോരം സാരി ഇത് കൊടുത്തതാ, കടയിൽ ഷോപ്പിൽ ഇഷ്ടം പോലെ കൊടുത്തു, ആരും അങ്ങനെ കളർ ബ്ലീഡിങ് ലിനനും ഉണ്ടാവും, ഇൻഡിഗോയ്ക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും, പക്ഷേ ഇതിനുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ആരും. ഇത് മുന്താണിയേ, ഇത് റിപ്പീറ്റ് ആവുന്നുണ്ടോന്ന് തോന്നുന്നുണ്ടോ? ഇതും ഒന്നല്ലേ? അതെ. ഇത് ബ്രൈറ്റ്, ഇത് ഡിമ്മ്. മുന്താണി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഇത് നല്ല ബ്ലാക്ക് തന്നെയാണ്. ഈ മുന്താണിയിലോട്ട് വരുമ്പോൾ ശരിക്കും നല്ല ഡാർക്ക് ബ്ലാക്ക്. ബ്ലൗസ് കാണിക്കാത്തൊന്നുമില്ല, ഈ ഒരു ബോർഡർ വെച്ചിട്ടുള്ള പ്ലെയിൻ ബ്ലൗസ് ഒരെണ്ണം കൂടിയേ ഉള്ളൂ. ഇനി ലിനൻ ഇരിപ്പുണ്ട്, ഇൻഡിഗോ ഇരിപ്പുണ്ട്, എല്ലാം ഇരിപ്പുണ്ട്, ബ്ലാക്കും ഡീപ്പ് ബ്ലാക്കും. ഇത് നല്ലതല്ലേ? കേട്ടോ, ഇതൊരു ഡസ്റ്റി ആയിട്ടുള്ള ബ്ലാക്കാണ്. അതിന് ഇതിൽ പോയിരിക്കുന്ന ഒരു കളർ എന്ന് പറയുന്നത്, ആ ഡിസൈൻ വന്നിരിക്കുന്ന ഒരു ഗ്രേ ഷെയ്ഡ് പോലെയാണ്. അതേസമയം ബോർഡറിന് വൈറ്റും, മുന്താണി വൈറ്റ്, നല്ല അതാ അതിൻ്റെ ഒരു സ്റ്റൈല്. ഇങ്ങനെ ബ്ലൗസ് ആസ് യൂഷ്വൽ ബ്ലാക്കിൽ ഈ ഒരു ബോർഡർ, അത്രയേ ഉള്ളൂ. ഇന്ന് ബ്ലാക്കി വീഡിയോയുടെ ടൈറ്റിലിന് ബ്ലാക്കി വീഡിയോ എന്ന് വല്ലതും കൊടുക്കാം അല്ലേ? അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു, ടാറ്റാ. പിന്നില്ലേ, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ എന്നും പറയാൻ മറന്നു പോകും, സബ്സ്ക്രൈബ് ചെയ്യണേ. ചെയ്യുമോ? ചെയ്താൽ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരും. ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് എല്ലാം ചെയ്തോ. ഷെയർ, അതെങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുമോ? യൂട്യൂബ് ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ വാട്സപ്പ് ഗ്രൂപ്പുകൾ, നമ്മുടെ വാട്സപ്പിനകത്ത്, അതിനകത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഇസബലായി ഒന്ന് പ്രൊമോട്ട് ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പറ്റുമെങ്കിൽ ചെയ്യുക, പറ്റിയല്ലാത്തൊരു ചെയ്യേണ്ട, സമയമുണ്ടെങ്കിൽ ചെയ്താൽ മതി.